പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് കാര്യം സമയക്കുറവൊക്കെ ഉണ്ട്. അങ്ങനെ വീഡിയോ ഒക്കെ ഇങ്ങനെ മാറ്റി വെച്ചേക്കായിരുന്നു അല്ലേ, ഒത്തിരി നാളായി ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഇവിടെ ഫൗണ്ടേഷൻ ഡേ അല്ലേ, ഫൗണ്ടേഷൻ ഡേ ഇന്ന് അവധിയാണ് സൗദി അറേബ്യയിൽ. കുട്ടികളെല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ രാവിലെ വീട്ടിലിരിക്കുകയാണ്. ഇന്ന് സത്യം പറയാമെന്ന് വീട്ടിലിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇതുവരെയും എല്ലാ ദിവസവും വെള്ളിയാഴ്ചയാണെങ്കിലും ഒക്കെ ഇങ്ങനെ ഓട്ടം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നൊരു ചെറിയൊരു വീഡിയോ, ഇന്നത്തെ രാവിലത്തെ കാര്യങ്ങളും രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞോട്ടെ. രാവിലെ ഇന്ന് പുട്ടും ഗ്രീൻ പീസും ആയിരുന്നു ഉണ്ടാക്കിയത്. അല്ല, ഗ്രീൻ പീസും പുട്ടും പിന്നെ പപ്പടം ഉണ്ടായിരുന്നു. പപ്പടമൊക്കെ ഉണ്ടാക്കിയതൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്ന് നമ്മുടെ കണ്ണൻ വന്നിട്ടുണ്ട്. ആള് നമ്മുടെ അപ്പുറത്തിരുന്ന് ഫോണൊക്കെ ചെയ്യുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഉച്ചയ്ക്കുള്ള വിഭവങ്ങളൊക്കെ റെഡിയാക്കാനുള്ള പരിപാടിയാണ്. ഇന്ന് ഉച്ചയ്ക്ക് എന്താ ശരി വേണ്ടേ? എന്താ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാണ്. ചിക്കൻ ബിരിയാണി ചിലപ്പോൾ ചിക്കൻ വെച്ചുള്ള എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാന്ന് ശരിയാണ്. ചിലപ്പോൾ ചിക്കൻ ബിരിയാണി ആകാം, മന്തിയാവോ അത് നമുക്ക് അന്നറിയത്തില്ല. നമ്മൾ മേടിക്കാൻ പോണതേ ഉള്ളൂ. നമ്മളൊന്ന് മാർക്കറ്റിൽ പോയിട്ട് ചിക്കൻ കിട്ടുമോ നോക്കാം. വാങ്ങിയിട്ട് വന്ന് ഇന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് പോവാം ഇന്നത്തെ ഒരു ഡേ ലൈഫിലേക്ക്. അപ്പോൾ ഇവിടെ വിശാഖും വൈശാഖും ഒക്കെ ഇരുന്ന് പഠിക്കുകയാണ്. എന്താ പഠിക്കുന്നത്? ഇത് മലയാളമാണോ? ആഹാ, മലയാളമൊക്കെ എഴുതി പഠിക്കുന്നു. വൈശാഖും വിശാഖും പരീക്ഷയൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ കുറച്ച് തിരക്കിലാണ്. വിശാഖേ, എന്താ പഠിക്കുന്നേ? മലയാളമാണോ? ആഹാ, മലയാളം ഡൗട്ടൊക്കെ ഉണ്ടോ? ഡൗട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ. പാറു ഇവിടെ പോയി? പാറുവിൻ്റെ സീറ്റ് ഒഴിഞ്ഞ് കിടക്കണം. പാറു എത്തി. പാറു, എന്താണ് പാറു ഇരിക്കാൻ പോകണല്ലേ? പാറു പഠിക്കാനിരിക്കാൻ പോവാണോ? അപ്പോൾ ശരി. അപ്പോൾ അവധിയായിട്ട് ഇന്ന് പുറത്തൊന്നും പോകാൻ പറ്റില്ലല്ലേ, പരീക്ഷ ആയിട്ട്. എന്നാ പരീക്ഷ തീരുന്നത്? 27 തീരും അല്ലേ? അത് 29 ഇവർക്കും തുടങ്ങും. അപ്പോൾ എന്തായാലും പരീക്ഷാ കാലഘട്ടമാണ്, അതുകൊണ്ട് കറക്കമൊന്നുമില്ല, വീട്ടിൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് നമുക്ക് നല്ലൊരു ഫുഡ് ഉണ്ടാക്കി തരാം കേട്ടോ. അപ്പോൾ പഠിച്ച് ക്ഷീണിച്ച് കഴിയുമ്പോൾ നല്ലൊരു ഫുഡൊക്കെ ഉണ്ടാക്കി തരാം. ഓക്കെ, അപ്പോൾ ശരി, ഓക്കെ, കാണാം. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയേക്കാണ് കേട്ടോ. മാർക്കറ്റിൽ പോയിട്ട് വരാം. കണ്ണെന്താ വരുന്നുണ്ട്, എന്തോ ഫോണൊക്കെ ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ പുറത്തുനിന്ന് പോയി സാധനങ്ങളൊക്കെ വാങ്ങാം. നേരെ അങ്ങോട്ട് പോകാം. വണ്ടിയിൽ നിന്ന് താഴെ ഇട്ടേക്കുക. അങ്ങനെ കണ്ണൻ ഇന്നത്തെ വീഡിയോയിൽ ജോയിൻ ചെയ്യാൻ പോകണം കേട്ടോ. കണ്ണാ, നമ്മൾ കുറേ നാളെ വീഡിയോ എടുത്തിട്ട് കേട്ടോ. നീ വന്നതുകൊണ്ട് പ്രമാണിച്ച് നമ്മളൊന്ന് വീഡിയോ എടുക്കുക. ഓക്കെ, നമുക്കിപ്പോൾ എന്തായാലും മാർക്കറ്റിലോട്ട് പോവാം. അവിടെ പോയി നമുക്ക് ചിക്കൻ എന്തെങ്കിലും മേടിക്കാൻ പറ്റുമോ നോക്കാം. ഇന്നത്തെ സ്പെഷ്യൽ നമുക്ക് നീ വന്നതുകൊണ്ടുള്ള സ്പെഷ്യലാണ്. ഓക്കെ അല്ലേ? നേരെ അങ്ങോട്ട് പോവാം. വരൂ, കയറിക്കോളൂ. അപ്പോൾ ഇന്ന് കണ്ണനാണ് ക്യാമറ അല്ലേ? ഇപ്പൊ ഇന്നത്തെ ക്യാമറ ഫുള്ള് കണ്ണനെ ഏൽപ്പിച്ചേക്കുക. എന്തായാലും ഇന്ന് തന്നെ ഈ വീഡിയോ ഇടണം, അതിനുള്ള പരിപാടിയാണ്. നല്ല തിരക്കാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഭയങ്കര തിരക്കാണ്, പറയട്ടെന്ന കാര്യമില്ല. ഇത് അവധിയാണെന്ന് പറയട്ടെന്ന കാര്യമില്ല. എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലുണ്ടല്ലോ, ഈ ഏരിയ ഫുള്ള് വണ്ടികളെല്ലാം റിപ്പയർ ചെയ്യുന്ന ഏരിയയാണ്. വണ്ടിയുടെ എല്ലാ ഐറ്റംസും കിട്ടും കേട്ടോ. കണ്ണാ, കണ്ടില്ലേ വണ്ടികളൊക്കെ സെറ്റ് ചെയ്ത് കണ്ടില്ലേ? ഇവിടെ ഇന്നലെ ഭയങ്കര ബിസിനസ് ആയിരുന്നു. ഇന്നലെ വൈകിട്ട് ഇവിടെ നിന്ന് കാണുമായിരുന്നു. വണ്ടികളിലെല്ലാം സ്റ്റിക്കർ ഒട്ടിക്കാൻ തിരക്കിലായിരുന്നു. എന്തായാലും നമുക്ക് മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നു മിക്കവാറും ഇതിലും വലിയ തിരക്കായിരിക്കും. ഇപ്പൊ ഇന്ന് അവധി ആയതുകൊണ്ടേ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ മുതലേ തിരക്ക്. നമുക്ക് ഇങ്ങനെയും കയറി പോവാം. വെയിറ്റ് മാർക്കറ്റിലേക്ക് നേരെ പോകാം. നമുക്ക് നേരെ ചിക്കനൊക്കെ കിട്ടുന്ന ഏരിയയിലോട്ടോ. എന്ത് പറയും? ചിക്കൻ കിട്ടാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ചിക്കൻ വാങ്ങാം. ഇവിടുന്ന് നമുക്ക് റൈറ്റിലേക്ക് കയറി പാർക്ക് ചെയ്യാം. അതായിരിക്കും നല്ലത്. നമ്മളിവിടെ സ്ഥിരം വരുന്നതാണ് കേട്ടോ. ഇപ്പോഴും ഇവിടുന്നാണ് സാധനം മേടിക്കുന്നത്. ഫിഷൊക്കെ വാങ്ങാനായിട്ടേ കഴിഞ്ഞ ആഴ്ച ഒന്ന് മേടിച്ചിരുന്നു. നമുക്ക് നല്ല സ്പെഷ്യൽ റേറ്റിലൊക്കെ കിട്ടും ഫിഷ്. പക്ഷെ ഇവിടെ പാർക്കിംഗ് ആണ് ഇനിയും പാട്. നോക്കിയേ, അവധിയാന്ന് പറയട്ടെ, ഒന്നും ഒരു കാര്യമില്ല. ഉള്ളു തിരക്കാണ്. എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. കാരണം നമുക്കേ ആദ്യം നമുക്ക് ഉള്ളി മേടിക്കണം കേട്ടോ. ഉള്ളി ഹോൾസെയിൽ കിട്ടുന്ന സ്ഥലമുണ്ട്. ഇവിടോട്ട് പോകാം. എന്ത് പറയുന്നു? ഓക്കെ, നമുക്ക് ഉള്ളി നമുക്ക് കിട്ടും. ഉള്ളി മേടിച്ചു കഴിഞ്ഞാൽ ആ പരിപാടി ചെയ്തു. അപ്പോൾ ഇങ്ങോട്ട് വണ്ടി കയറ്റുണ്ടായിരുന്നു. പടങ്ങനെ കിട്ടാൻ മതിയായിരുന്നു. പണിയായെന്ന് തോന്നുന്നു. മുഴുവൻ തിരക്കാം. അപ്പോൾ നമ്മൾ ഉള്ളി മാർക്കറ്റിൽ എത്തിയേക്കാണ്. നമ്മുടെ ഉള്ളി ഹോൾസെയിൽ ചെയ്യുന്ന ഒരാളാണ്. പേരെന്തായിരുന്നു? ഗോവിന്ദൻ. തമിഴ്നാട് അല്ലേ? തമിഴ്നാട്, മദ്രാസ്. ഇത് രാംനാഥ് ഡിസ്ട്രിക്ട്, അബ്ദുൽ കലാം ഡിസ്ട്രിക്ട്.
രാമനാഥപുരമാണ്. ഏർവാടി പക്കം. ഓക്കെ. ഇതിന് ഉള്ളിയുടെ ബിസിനസ്സാണ്. നമുക്ക് എന്തായാലും ഒരു പാകിസ്ഥാൻ ഉള്ളിയാണ് വന്നേക്കുന്നത്. ഇതിന് എത്ര 80 റിയാലോ? നമുക്ക് സ്പെഷ്യൽ റേറ്റ് ഉണ്ടോ? 75. നമുക്ക് സ്പെഷ്യൽ റേറ്റ് 75 റിയാലാണ് കിട്ടിയത്. 16 കിലോ ഉണ്ട്. കണ്ണാ നമുക്ക് തട്ടുതാലോ. ഓക്കെ, ഇതൊന്നും എടുക്കേട്ടാ. ഓക്കെ. അപ്പോൾ നമ്മളങ്ങനെ ഉള്ളി, വലിയൊരു ഉള്ളി വാങ്ങി കേട്ടോ. ഉള്ളിക്ക് ഇപ്പോൾ നല്ല തീ വിലയാണ്. പക്ഷേ ഇത് നല്ല അടിപൊളി ഉള്ളിയാണ്, കിളിച്ചിട്ടൊന്നുമില്ല. നല്ല അടിപൊളി ഉള്ളിയാണ്. ഉള്ളി ഒരെണ്ണം വാങ്ങി. പിന്നെന്താ എടുത്തോ? ചെറിയാല് എന്ത് വന്നാലും കുറച്ച്. കാരണം ഇത് നമ്മുടെ ഫിഷ് മാർക്കറ്റാണ് കേട്ടോ. ഫിഷ് മാർക്കറ്റിലെ 3-ാം നമ്പർ ഗേറ്റാണ്. ഇതുവഴി കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ ചിക്കൻ്റെ അടുത്തോട്ട് എത്താം. 2, 3 ഗേറ്റ്, 2, 3, 4 അത്രയും ഗേറ്റുകളുണ്ട്. പിന്നെ നേരെ പുറകിൽ പോയി അവിടെയും വണ്ടി ഇടാം. പക്ഷെ ഇന്ന് എനിക്കൊന്ന് അവധി ആയതുകൊണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ട്. ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരും കേട്ടോ. കോബാറിൽ നിന്നൊക്കെ വരും, ജുബൈലിൽ നിന്ന് വരും. ഒക്കെ ഇവിടെ വന്ന് മേടിക്കാറുണ്ട്. നല്ല പ്രൈസിൽ കിട്ടും ഫിഷൊക്കെ. നമ്മൾ സ്ഥിരം മേടിക്കുന്ന ഫിഷ് ഷോപ്പൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ ഇവിടെ വണ്ടി പാർക്കിംഗ് ആണ് പാട്. ഒത്തിരി പേര് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫിഷ് മാർക്കറ്റിലെ ഗേറ്റ് വഴി നേരെ ചിക്കൻ സ്റ്റോളിലേക്ക് പോകാം കേട്ടോ. അങ്ങനെ ഞങ്ങളെ ഫിഷ് മാർക്കറ്റ് വന്നപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ പോകുന്നുണ്ട്. ഇദ്ദേഹത്തെ ഓർമ്മയുണ്ടോ? നമ്മുടെ ഒരു വൈറൽ വീഡിയോയിൽ താരമായ ആളാണ്. വലിയൊരു മോതയൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നത് അദ്ദേഹമായിരുന്നു. അപ്പോൾ ഇവിടെ ഇന്ന് വെറൈറ്റി ഫിഷൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ പിന്നെയും വരുന്നുണ്ട്. ഇപ്പോഴല്ല, ഇന്ന് നമ്മൾ പോണ ചിക്കനിലേക്ക് കേട്ടോ. ഇനി ഞങ്ങൾ ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി കണ്ടാൽ കണ്ട പരിപാടി. നമുക്ക് ഫിഷുമായിട്ട് പിന്നെ ഒരു പരിപാടിക്ക് വരാം. അപ്പോൾ ഇദ്ദേഹം ഉണ്ടാവും കേട്ടോ. ഓക്കെ ബൈ. എന്നാ എങ്ങനെയുണ്ട് മാർക്കറ്റ്? എന്നാൽ ദമാമി വന്നിട്ട് ഈ മാർക്കറ്റ് ആദ്യമായിട്ട് വരിക. എന്തായാലും ഫിഷ് മാർക്കറ്റിൽ കയറി നേരെ വെജിറ്റബിൾ, ഇവിടെ മുഴുവൻ വെജിറ്റബിൾസ് ആയിട്ട് വെജിറ്റബിൾ മാർക്കറ്റ്. ഇനി ആ മീറ്റിൻ്റെ മാർക്കറ്റിലൂടെ കാണിച്ചത് എന്താ വരും. അങ്ങനെയുണ്ട് കാരണം ഇഷ്ടപ്പെട്ട മാർക്കറ്റ്. അപ്പോൾ ഫുള്ള് മട്ടൻ ചിക്കനുള്ള സ്റ്റാളാണ്. കാരണം നമുക്ക് കുറച്ച് സലാഡിനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്താലേ. സലാഡ് ഇതെടുക്കാം. എന്താ ഇതൊക്കെ അല്ലേ? ഇത് ചെറുചെറാണ്. സലാഡിൻ്റെ ഇല വേറെയുണ്ട്. സലാഡിൻ്റെ ഇല ഇതെല്ലാം സെലക്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ സാധനങ്ങളെല്ലാം മേടിച്ചു. ഇനി നേരെ ചിക്കൻ മേടിക്കാനാണ് അടുത്ത സ്റ്റാളിലോട്ട്. അങ്ങനെ നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങി നേരെ എടുത്തത് ചിക്കൻ സ്റ്റോളിലാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 ചിക്കനൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കട്ട് ചെയ്ത് എന്താ ഇനി അതുമായിട്ട് നേരെ പോകാൻ വീട്ടിലേക്ക്. നമ്മുടെ അടുത്തേക്ക് ഇന്താജ് ചിക്കനായിട്ട് ഇന്താജ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി തരും. മുട്ടയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നല്ല അടിപൊളി മുട്ടയാണ് കേട്ടോ. അതെനിക്ക് നല്ല അടിപൊളി മുട്ട. അങ്ങനെ നമ്മൾ കിച്ചണിലെത്തിയേക്കാണ്. സാധനമെല്ലാം എത്തിയിട്ടുണ്ട്. ഇനിയും അശ്വതി ഞങ്ങൾക്ക് കിച്ചൺ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അശ്വതി ഇനി നമുക്ക് കിച്ചൺ ഹാൻഡ് ഓവർ ചെയ്തേക്കാം. ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇന്നത്തെ കിച്ചൺ പരിപാടി. നമുക്കിവിടെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ അല്ലേ? ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. എന്തായിട്ട് ഉണ്ടായി വരും നമുക്ക് നോക്കാം. അശ്വതി ഇപ്പോൾ കിച്ചൺ ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യും. ഞങ്ങൾ തുടങ്ങാൻ പോകും കേട്ടോ. കിച്ചണൊക്കെ വൃത്തിയാക്കി എല്ലാം ക്ലിയർ ആക്കി ഇട്ടേക്കാണ് കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നോക്കിയേക്കാം. അശ്വതി എന്തായി? ആഹാ, ഉള്ളിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടല്ലോ. അടിപൊളി. അപ്പോൾ നമുക്ക് ഇനി തുടങ്ങാം. കണ്ണാ നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് പൊട്ടിച്ച് റെഡിയാക്കി വെച്ചാലോ ചിക്കനൊക്കെ. അപ്പോൾ കട്ട് ചെയ്തുകൊണ്ട് വന്നുകൊണ്ട് നമുക്ക് ഇനി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ ചിക്കനൊക്കെ നേരെ ഇനി അങ്ങോട്ട് തട്ടി ഒന്ന് കഴുകിയെടുക്കാം. എന്ന് പറയും. അതാണ് ഇനി അടുത്ത പരിപാടി. ചിക്കനൊക്കെ കഴുകി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. 2-3 പ്രാവശ്യം കഴുകിയെടുക്കണം. എങ്കിലേ ഒരു തൃപ്തിയാകത്തുള്ളൂ. അല്ലെങ്കിലേ അശ്വതി ഇൻസ്പെക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഫെയിലാകും. അശ്വതിക്ക് ഇൻസ്പെക്ഷൻ ഒക്കെ ഉണ്ട്. ചിക്കൻ ഒരു 3-4 പ്രാവശ്യം കഴുകി സെറ്റാക്കി കണ്ടില്ലേ?
വിനാഗിരി ഉണ്ടോ? അത് അവിടെ ഓരോന്ന് എടുത്തൊന്ന് ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് കഴുകും. ഞാൻ കഴുകിയിട്ട് തരട്ടെ. ഇതിനകത്തേക്ക് കഴുകിയിട്ടേ മതി. ആ ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് ഞാൻ കഴുകാം. അശ്വതി കഴുകുന്നു. എന്റെ കൈ വിരലൊക്കെ അങ്ങനെ ഉള്ളിയൊക്കെ അശ്വതി കഴുകി റെഡിയാക്കി വെച്ചേക്കുക. നിങ്ങൾക്ക് കട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ. അത് ചെറുതായിട്ട് അരിഞ്ഞു വെക്കാം. അതാകുമ്പോൾ കുഴപ്പമില്ല. എന്താ പറയുക, പെട്ടെന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റും. കണ്ണ് കുഴപ്പമില്ല. കണ്ണ് ചില ഉള്ളികളൊക്കെ നല്ല കണ്ണ് നല്ലോണം എരിഞ്ഞു വരും കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളികളും അത് നമുക്ക് ചെറിയ കുനുകുനാരിയണം. ചതച്ചാക്കി ഇടാം. നമ്മൾ ചെറിയ ചെറിയ തരോട്ടൊക്കെ ഒന്ന് പോയി അങ്ങനെ നമുക്ക് ഒരു കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. വെളിച്ചെണ്ണ നല്ല കട്ടയായിട്ടിരിക്കുക കേട്ടോ. അത് എനിക്ക് നല്ല കട്ടിയായിട്ടിരിക്കുക. തണുപ്പായതുകൊണ്ടേ സെറ്റായിട്ട് വരാനായിട്ട് ഇച്ചിരി ടൈം എടുക്കും. അപ്പോൾ നമ്മുടെ കുക്കിംഗ് ഒക്കെ തുടങ്ങി കേട്ടോ. നിങ്ങൾ വെളിച്ചെണ്ണയിലേക്ക് ഇനി ഇതൊക്കെ ഒന്ന് ഇട്ട് സെറ്റാക്കി തുടങ്ങാൻ പോവാണ്. ഉള്ളിയൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ അരിഞ്ഞരിഞ്ഞും ഇടുക. അല്ലാതെ വെയിറ്റ് ചെയ്യാൻ സമയമില്ല. അശ്വതി ചിക്കനൊക്കെ കഴുകുന്നുണ്ട്. അതെല്ലാം റെഡിയാക്കിയിട്ട് നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് സെറ്റാക്കി എടുക്കാം. അതിന് ശേഷം നമുക്ക് ചോറ് റെഡിയാക്കിയിട്ട് ഇതാ ഒരു ബിരിയാണി പോലെ ബിരിയാണി, ചിലപ്പോൾ ബിരിയാണി ആയിരിക്കാം, ഫ്രൈഡ് റൈസ് ആയിരിക്കാം, അല്ലേ, എന്തുവേണമെങ്കിലും ആവാം. അത് ഒരു പ്രത്യേകിച്ച് ഒരു പേരൊന്നുമില്ല. കഴിക്കുമ്പോൾ നമുക്കൊരു പേരിടാം. എന്ത് പറയുന്നു? ആയിക്കോട്ടെ. അങ്ങനെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ടൊന്ന് ഉള്ളിലോട്ട് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. പരുവത്തിലായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പച്ചമുളകൊക്കെ ഇട്ട് ഇനി നമുക്ക് ഉള്ളിയൊക്കെ ഇടാൻ പോവാണ്. അരിഞ്ഞ് വെച്ച് സവോളയൊക്കെ ഇട്ടു. ഇതൊക്കെ ഇനി കിടന്നൊന്ന് മിക്സാക്കി എടുക്കും. സവോളയെ കുറച്ച് വലിപ്പത്തിലാണ് കട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം വയ്ക്കുമ്പോൾ അങ്ങ് റെഡി ആയിക്കോളും. അപ്പോൾ കണ്ണാ, നമുക്ക് കുറച്ച് തക്കാളിയും കൂടെ ഇടാം. എന്ത് പറയുന്നു? ഓക്കെ. തക്കാളി എല്ലാം സെറ്റായിട്ടുണ്ട്. ഉള്ളിയൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞ് അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഈ തക്കാളി അങ്ങോട്ട് നേരെ അങ്ങോട്ട് പൊക്കുന്നു, ഇടുന്നു. തക്കാളി ഇടുന്നു, ഒന്നുകൂടെ ഇളക്കുന്നു. ഇനി കുറച്ച് നേരം ഒന്ന് റെഡിയാക്കി വെക്കുന്നു. അപ്പോൾ വിശാഖം വന്നു കേട്ടോ. വിശാഖ കുത്തി കേട്ടോ. വിശാഖിന് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, കുക്കിങ് ഇഷ്ടമല്ലേ? വൈശാഖിനും ഇഷ്ടമാണ്. വൈശാഖ നാണം കുടിയായിട്ട് ഇരിക്കുന്നു കേട്ടോ. വൈശാഖ പഠിച്ചൊക്കെ ക്ഷീണിച്ചെന്നേക്കാം. അതായിരിക്കും. അപ്പം എന്താണെന്ന് അറിയാൻ വന്നതാണ്. എൻ്റെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ അറിയാനൊക്കെ വന്നതാണ്. എന്തായാലും ഒന്നും ആയിട്ടില്ല. പോയിട്ട് വാ. നല്ല അടിപൊളി മിക്സിങ് ആയിട്ട് വരട്ടെ. ഗ്രേവിയൊക്കെ നല്ല തിക്ക് ഗ്രേവി കിട്ടണം. എങ്കിലേ ആ ചിക്കനൊക്കെ ഒരു സ്മൂത്ത്നെസ് ഉണ്ടാകത്തുള്ളൂ. നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ ആ തക്കാളിയൊക്കെ ഒന്ന് സെറ്റായിട്ടൊന്ന് വരട്ടെ. കുറച്ച് നേരം ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളി ഒന്നെടുത്ത് താഴെ റെഡിയാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ കേടായി. പാകിസ്ഥാൻ ഉള്ളിയാണ്. കുറേ എണ്ണം കേടൊക്കെ കാണും. അത് മാറ്റി നല്ലതൊക്കെ നോക്കിയാണ് എടുക്കാം. കുഴപ്പമില്ലാത്ത ഉള്ളിയാണ്. നമുക്കിങ്ങനെ അതെ തുറന്നിങ്ങനെ അവിടെ പോയി എടുക്കുക നല്ലത്. ആ മാർക്കറ്റിന് നല്ലതായിരുന്നു.
ഇങ്ങോട്ട് ആക്കുന്നു. ആ എന്നാ പിന്നെ ഇതുപോലെ പറഞ്ഞാൽ മേടിച്ചിട്ട് കൊണ്ടുപോയത്. ഇത്രയും വേണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഉള്ളി ഒരു ബ്രൗണിഷ് കളറായി കണ്ടോ, സെറ്റായില്ലേ? ഇനി നമുക്ക് ഇതിലേക്ക് മസാലയൊക്കെ ഇടണം. 3 ഗ്ലാസ് അരി ഇട്ടോളൂ. ആ 3 കിട്ടോ, പ്രസാദൊക്കെ വരുന്നുണ്ട്. അപ്പോൾ 3 ഗ്ലാസ് അരി ഇട്ടോളൂ. അപ്പോൾ നമുക്ക് ഈ മസാലയൊക്കെ സെറ്റ് ചെയ്യാനോ വേണം. മസാലയൊക്കെ ഇടാൻ പോകാം. അശ്വതി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലയൊക്കെ ഇട്ടോളൂ. ഇത്രയും ഇത് നമ്മളുണ്ടാക്കാന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അശ്വതിയുടെ കൈസഹായില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് വേറെ കാര്യം അല്ലേ. അപ്പോൾ പൂർണ്ണമായിട്ടും നമ്മളല്ല, ഒരു 40% ഉള്ളൂ. ആദ്യം മഞ്ഞപ്പൊടി അങ്ങോട്ട് തുടങ്ങി കേട്ടോ. മഞ്ഞപ്പൊടി ഇട്ട് ഒരു 2 സെറ്റാക്കി. മഞ്ഞപ്പൊടി ഇട്ടപ്പോൾ കളർ മാറിയുണ്ടോ, വേറെ കളറായി കണ്ടില്ലേ. ഇനി നമുക്ക് മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി അകത്തോട്ട് ഇട്ടുള്ളൂ. അപ്പോൾ കുറച്ചൊന്ന് നല്ല ഇതായിട്ട് കിട്ടും. ഏതാ ഉള്ളിലോട്ട് ഇടണ്ട, മതി. അപ്പോൾ അവിടെ കിടന്നൊന്ന് ചൂടാവില്ല, സെറ്റാവും. ഇങ്ങനെ ഉള്ളിലോട്ട് ഇടുന്നത് താഴെ ഇട്ടൊന്നായി കഴിഞ്ഞാൽ അതിൻ്റെ ചൊവയങ്ങ് പോയി. മല്ലിപ്പൊടിയുടെ മസാല ചൊവ. ഇനി അടുത്ത മുളക് പൊടിയാണ്. ചിക്കൻ മസാല അല്ലേ ഇട്ടുള്ളൂ. ചിക്കൻ മസാല ഇട്ടു. ഈ മസാലയൊക്കെ എളുപ്പമുണ്ടല്ലോ, നമ്മളെപ്പോഴും ആ ഉള്ളിയൊന്ന് മാറ്റിയിട്ടിട്ട് കഴിഞ്ഞാൽ ആ മസാല ചൊവയൊന്ന് മാറി. മതി മതി. ഇനി നമുക്ക് മുളക് പൊടി ഇടാം. ആ മുളക് പൊടി ഇട്ടിട്ടാണ്. മുളക് പൊടി കാശ്മീരി ഉണ്ടോ അതോ സ്വപ്നാത്തിനോ? കാശ്മീരി ഇടാം. കാശ്മീരിയുടെ കുറച്ച് എരിവ് കിട്ടും അല്ലേ? എരിവ് കിട്ടില്ലേ? അത് മതി. എരിവില്ലാത്ത കാശ്മീരി ഇട്ടിട്ട് കുരുമുളക് ഇടാം. അത് ഇത് കഴിഞ്ഞിട്ടിടാം, ഇട്ടോളൂ. കാശ്മീരി ഇടുമ്പോൾ കളറ് മുഴുവനായിട്ട് മാറും. കാശ്മീരി ഇടുമ്പോഴത്തേക്ക് വേണ്ട ഒരു ചോക്ലേറ്റ് കളറായിട്ട് മാറുമേ. മതി അല്ലേ. ചോക്ലേറ്റ് ചിക്കൻ ഒക്കെ പണ്ട് നമ്മൾ ചോക്ലേറ്റ് ചിക്കൻ ഉണ്ടാക്കിയതായിരിക്കും. വേറെ വേണ്ട സതി. കുരുമുളക് പൊടിയും കുറച്ചിട്ടു. അപ്പോൾ എരിവിൻ്റെ 9 ആയിരിക്കും. ഓക്കെ, മസാല നല്ല സെറ്റായി. നമുക്ക് ഇതിനകത്ത് ഇനി ചിക്കൻ ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. ചെറിയ പാത്രമായതുകൊണ്ട് നമുക്കൊരു പാത്രം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് മാറ്റാൻ പോകുന്നത് ഇതിനകത്തോട്ടാണ് നമുക്ക് ചിക്കൻ ഉണ്ടാക്കുക. അപ്പോൾ ഏകദേശം മസാലകളെല്ലാം കഴിഞ്ഞു. ആ അപ്പോൾ ഇതിലോട്ട് ചിക്കൻ ഇട്ടോ. ശരി, ചിക്കൻ ഇട്ടൊന്ന് മസാലയിലൊന്ന് സെറ്റാക്കിയിട്ടിട്ട് അങ്ങോട്ട് ഇടാൻ ചെല്ലിയ കേട്ടോ. കുറച്ചിട്ടാൽ മതി. മസാലയൊന്ന് സെറ്റാകട്ടെ. നിൽക്കട്ടെ. ഇതിൽ കുറച്ച് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചോളൂ. കാര്യം നമ്മൾ ഈ ചിക്കനൊന്ന് വന്നിട്ടേ അരി നമുക്ക് ഇതിലേക്ക് ഇടാൻ വെച്ചില്ല കേട്ടോ. ഓക്കെ, മതി. വെളിച്ചെണ്ണ ഇത് ഓർഡർ ഉണ്ട്. പറയാം ഇവിടുന്ന് പറയാമ്പോൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വെള്ളം ഉണ്ടായിരുന്നു. എന്തായാലും ഇതങ്ങ് ഇട്ടേക്കാം. എന്താ ഒരു തുണിയും കൂടെ തന്നെ ഒന്നിച്ച് പിടിച്ചിടാം. ബുക്കൊന്നും അല്ല കേട്ടോ, ഇവിടെ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടേ. അപ്പം ഇത് കണ്ടിട്ട് ഇങ്ങോട്ട് ഇട്ടോളൂ. ഈ മസാല ഇങ്ങോട്ടൊന്ന് റെഡിയാക്കിയെങ്കിൽ സെറ്റാക്കി. പാത്രം കുറച്ച് ചെറുതായതുകൊണ്ടേ നമ്മൾ ഇതിൽ അങ്ങോട്ടൊന്ന് പാത്രം അങ്ങോട്ട് മാറ്റിയെടുക്കുക. കാര്യം ഇതിൽ മസാലയൊക്കെ ഉണ്ട്, ഒന്ന് സെറ്റാകട്ടെ, പിടിക്കല്ലേ. അതാണ് ഇതൊന്നും ഇതാ അത്ര മസാല കിട്ടിയില്ലേ. മസാലയായി. ഇത് ഇങ്ങോട്ട് തട്ടിയേക്കാം.
ഇത് കുറച്ച് വലിയ പാത്രമാണ്. ഇനിയിപ്പോൾ ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് വെള്ളം പോലെ ആകും കേട്ടോ. അതിനുശേഷം നമ്മളൊരു കാര്യം ചെയ്യാം, ഇതിലേക്ക് തന്നെ വെള്ളം ഒഴിച്ച് ഇതിലേക്ക് തന്നെ അരിയിട്ട് സെറ്റാക്കി എടുക്കാം. അപ്പോൾ വേറൊരു ടേസ്റ്റായിട്ട് മാറും. ചിക്കൻ വേണം. വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. നമ്മൾ അരി ഇടുന്ന ഗ്ലാസിൻ്റെ അളവിൻ്റെ ഇരട്ടി വെള്ളം എടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം ഒന്ന് ചൂടാക്കേണ്ട ഒരു പരിപാടിയാണ്. അപ്പോൾ ഞാൻ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച്, അരി എത്ര ആവശ്യമുള്ള അരിയാകുമ്പോൾ 3 ഒരു 6 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ബാക്കി വെള്ളം 4 ഈ മസാലയൊക്കെ കിട്ടുമല്ലോ, അതുകൊണ്ടാണ് അത് ചൂടാക്കുന്നത്. 5 ഗ്ലാസ് വെള്ളം ഈ മസാല കിടന്നൊന്ന് സെറ്റായി. 6 അല്ലേ? 1 ഗ്ലാസ് വേണം. അതെ, ഒരു കാര്യം മറന്നു കേട്ടോ, ഉപ്പിട്ടില്ല. ഉപ്പിടാൻ മറന്നുപോയി. ഉപ്പ് മതി പക്ഷേ നോക്കി. കളറൊക്കെ ഒന്ന് മാറി വരുന്നില്ലേ? അങ്ങോട്ട് ഇനി അടച്ചിട്ട് വേവിക്കാം നമുക്ക്. എന്താ വെള്ളത്തിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ തന്നെ അത് വെള്ളം വരും. അപ്പോൾ നമ്മുടെ അരിയെല്ലാം കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അരി എന്നാൽ ഇവിടെ കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നു. മല്ലിയില നമുക്ക് മുകളിലിടാം. കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കട്ടെ. സലാഡിന് എടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ എടുക്കണം നമുക്ക്. ഇത് നമുക്ക് സലാഡിലേക്ക് ഇടാം. നമ്മുടെ കഴുകാം, വൃത്തിയാക്കി എടുത്ത് സലാഡിൽ ഇടാം. ഉള്ളി അരിയുമ്പോൾ വേഗം അരി ചെയ്യണം, അല്ല എന്താണെന്നറിയോ, കണ്ണൊക്കെ പ്രശ്നമാവും. ചെറിയ ചെറിയ പീസാക്കി മാറ്റി. നമ്മുടെ ചിക്കൻ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് അടച്ചിട്ടപ്പോഴത്തേക്ക് നല്ല സെറ്റായി വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ മുട്ടയൊക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് മുട്ടയും കൂടെ പുഴുങ്ങിയിടാം കേട്ടോ. നമ്മുടെ 7 പേരില്ലേ, 7 മുട്ടയും കൂടെ എന്താ പറയുന്നത്. അപ്പോൾ നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട്. ഇത് ഇങ്ങോട്ട് ഒഴിക്കാൻ പോകണേ. കൂടെയൊക്കെ നമുക്ക് മുട്ടയൊക്കെ ഉണ്ടാക്കാം. ഇതിനകത്ത് കിടന്ന് തിളച്ച് സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് അരി ഇതിനകത്തോട്ട് തന്നെ ഇടാം. എന്താ പറയുന്നത്? ചിക്കനൊന്ന് വെന്തിട്ടുണ്ടോ നോക്കട്ടെ നമുക്ക്. ആയിട്ടില്ല. അപ്പോൾ നല്ലോണം ഒന്ന് തിളക്കട്ടെ. അങ്ങനെ നമുക്ക് അരി ഇടാൻ പോകാം. എന്താ, അതായത് നല്ലോണം തിളച്ചിട്ടുണ്ട്. നോക്കി, ഞാൻ തിളച്ചേക്കാൻ നോക്കി. എന്താ തിളച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഇങ്ങോട്ട് അരിയാൻ കൊടുക്കാം. ഈ അരിയും ചിക്കനും കൂടെ കിടന്ന് വേവട്ടെ. ഓക്കെ, ഇങ്ങനെ ഒന്ന് ഇളക്കിയാലല്ലോ കേട്ടോ. ഇത് കാണുന്നുണ്ട്, അകത്തോട്ട് വേണം നോക്കിയതേ. കേട്ടോ, മസാലയൊക്കെ ഇച്ചിരി നല്ല കൂടുതലുണ്ട് കേട്ടോ. ഈ മസാല ഇച്ചിരി കൂടിപ്പോയെന്ന് തോന്നുന്നു. പക്ഷേ ഇത് നല്ല കാര്യമായിട്ടാണ് മസാല എന്നിട്ട്. ഇനിയിപ്പം നമ്മളിവിടെ എരിവുകൊണ്ട് ഓടുപോകുന്ന സംശയമുണ്ട്. ആ മുട്ട ഇപ്പുറത്ത് തിളയ്ക്കുന്നുണ്ട്. എന്താ മുട്ടയിൽ സ്റ്റാമ്പൊക്കെ ചെയ്തോ നോക്കി. ഇതുണ്ടോ മുട്ടയുടെ സ്റ്റാമ്പൊക്കെ കണ്ട, ഡേറ്റൊക്കെ എക്സ്പയറി ഡേറ്റൊക്കെ കാണാൻ തെളിഞ്ഞു കാണും.
ഇതൊക്കെ എന്ത് മുട്ടയാണോ ആർക്കറിയാം. കോഴി തന്നെ ഇട്ടാണോ എന്ന് ഡൗട്ടുണ്ട്. എല്ലാം വരവ് മുട്ടയല്ലേ. അപ്പോൾ നമ്മുടെ കുക്കിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു സ്ഥലത്ത് കണ്ട നമ്മുടെ അരിയൊക്കെ ഇട്ട് ഇതിനെയും ഒന്ന് പാകമായി കഴിഞ്ഞാൽ നമുക്കെടുത്ത് കഴിക്കേണ്ട രീതിയിലായി. ഒരു സ്ഥലത്ത് ഓരോ മുട്ടയൊക്കെ നമുക്ക് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു സ്ഥലത്ത് സലാഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അശ്വതി ഇവിടെ റെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ് പൊളിമാറായിട്ട്. എന്നാ നമ്മുടെ വെള്ളമൊക്കെ പറ്റി ഇതാ ഒരു മധുബൂത്ത് തരത്തില്ല. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഈ പേര് അവസാനം എടുത്തോളാം പറഞ്ഞില്ലേ, എന്താ പറയാ മധുബൂത്താണ്. മധുബൂത്താണ് കേട്ടോ. ഇപ്പൊ നല്ല ചിക്കനൊക്കെ നല്ല സെറ്റായി. ഇനി നമ്മൾ ഒന്നും കൂടെ ഒന്ന് വേവിക്കാനായിട്ടേ വെള്ളം വെച്ചിട്ട് അതിന്റെ മുകളിൽ ഒന്ന് കുറച്ചും കൂടി ഇതാവും, ഒന്നുകൂടെ ഒന്ന് സെറ്റാവും. അതാണ് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത്. പിന്നെ അത് കുറച്ച് വെള്ളം പറ്റി തീർന്നു. വെള്ളം പറ്റി, വെള്ളം കഴിക്കാം. വെള്ളം ഓക്കെ. അപ്പൊ നമ്മൾ കുറച്ച് വെള്ളം വെക്കാം. വെള്ളം വെച്ച് തിളപ്പിച്ചിട്ട് അതിന്റെ മുകളിലോട്ട് നോക്കും. അതാകുമ്പോൾ ഇത് ഒന്ന് സെറ്റാവും. നല്ല വെള്ളമെല്ലാം പോയി നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അല്ലേ, ഇതൊന്ന് പരീക്ഷിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നി. അതുകൊണ്ടാണ് അത് നമുക്ക് ഇടാം. പിന്നെ ഇത് മുകളിലോട്ട് ഇട്ടോളൂ. വെള്ളം തോരും അല്ലേ മുകളിലോട്ട് ഇട്ട് വെച്ചു. അപ്പോൾ നമുക്ക് രണ്ടൊന്ന് മുളകും കൂടെ കുത്തി വെക്കാം കേട്ടോ. മുളകൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തിരുന്ന സാധനം ഇരുന്ന് ഇങ്ങനെ കൊണ്ടുപോകും. ഓക്കെ. അപ്പോൾ നമ്മളെ ഫുഡൊക്കെ കഴിക്കാൻ പോവാണ്. എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇത് ആവി പറക്കുന്നത് കാണാൻ രസമാണ് കേട്ടോ. ഞാനെല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം റെഡിയാക്കി വെച്ചോളാം. അപ്പോൾ നമ്മളിതൊന്ന് തുറന്നേക്കാം. ആവിയൊക്കെ ഇങ്ങനെ പറന്ന് വരുന്നു. മല്ലിയിലയുടെ മണമൊക്കെ അടിച്ചിട്ടുണ്ട്. അടിപൊളി സൂപ്പറാണ്. ഇനി കഴിക്കാനുള്ള പരിപാടിയാണ്. ഇനി കുറച്ച് നേരം ക്യാമറയൊക്കെ മാറ്റി വെക്കട്ടെ. ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ചിക്കനും മുട്ടയൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി ആവി വറക്കുന്ന മധുവത്താണ്. അപ്പോൾ ഇന്ന് ഫൗണ്ടേഷൻ ഡേ അല്ലേ ശരി? സൗദി ഫൗണ്ടേഷൻ ഡേ പ്രമാണിച്ച് ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് ഇതാക്കി ഇനി എല്ലാവരും വിളിച്ച് നമുക്ക് കഴിക്കാം. എല്ലാം സെറ്റായിട്ടുണ്ട്. കഴിക്കുകയാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം. അങ്ങനെ ഇനി കഴിക്കുന്ന പരിപാടിയിലാണ് എല്ലാവരും. പ്രസാദും കണ്ണനും വിശാഖും വൈശാഖും പാറും എല്ലാവരും ഉണ്ട്. അശ്വതി അവിടെ പോയി? അശ്വതിയെ കണ്ടില്ലല്ലോ. അശ്വതിയുടെ പഴമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ആഹാ, അടിപൊളി. മധുവത്ത് കഴിച്ചിട്ട് നമുക്ക് കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കഴിക്കാം. അപ്പോൾ അങ്ങനെ ഇനി കഴിക്കുന്ന തിരക്കിൽ. അപ്പോൾ ഇനി കഴിച്ചു തുടങ്ങാൻ പോവാണേ. ഇവിടെ സാധനം എല്ലാം സെറ്റാക്കി എഗ്ഗ് എല്ലാം ഉണ്ട്. കുറച്ചെടുത്തൊന്ന് കഴിച്ചു. അപ്പോൾ അങ്ങനെ കഴിക്കാൻ പോകണം കേട്ടോ. എന്തായാലും എല്ലാവരും കഴിക്കുന്നു. ഞാൻ കഴിച്ചു നോക്കുന്നു. സൂപ്പർ. എങ്ങനെയുണ്ട് മധുബൂത്ത്? അടിപൊളി, നൈസ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.